അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞു തണുത്ത വെള്ളം കുടിക്കരുതെന്ന്. അല്ല, ഇത് വിവാദവും നീ പറഞ്ഞത് സത്യസന്ധമായ ഒരു കാര്യമാണ്, ഇത് അറിയുന്ന കാര്യമാണ്. ഈ മദ്യത്തിന്റെ ലഹരിക്ക് പകരം എന്താ ഉപയോഗിച്ചത്? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബിരിയാണി കഴിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സാധനം. അതായത് കുട്ടി കുടിച്ചു, പിന്നെ വൊമിറ്റിംഗ് ആയി, ലൂസ് മോഷനായി, യൂറിൻ പുറത്തു പോകാത്ത അവസ്ഥ വന്നു, കിഡ്നി ഫെയിലിയർ ആയി, ഡയാലിസിസ് ആരംഭിച്ചു. 2 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യം പറയുന്നത്. കഫ് സിറപ്പ് കുടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ട്രാഫിക് നിയമമാണ്. മെഡിക്കൽ സ്റ്റോറുകളിൽ കുറിപ്പടി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, മരുന്ന് കൊടുക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ചൊക്കെ. ടോണിക്കിനൊക്കെ എന്ത് പ്രിസ്ക്രിപ്ഷനാണ്? ഏറ്റവും കൂടുതൽ പണം ചെലവ് ചികിത്സക്കാണെങ്കിൽ ഇതേ ആരോഗ്യ വിഷയങ്ങൾക്ക് ഇത്ര പണം ചെലവഴിക്കാതെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കൽ നിർബന്ധമാണോ? അല്ലേ? തീർച്ചയായും നിർബന്ധമാണ്. കള്ള് കിട്ടാത്ത ആളുകൾക്ക്, മദ്യം കിട്ടാത്ത ആളുകൾക്ക് പകരം കൊടുക്കുന്ന സാധനമാണ് പറയുന്നൊക്കെ വിവാദമാവും. നമ്മുടെ പോഡ്കാസ്റ്റ് പരമ്പര വീണ്ടും തുടരുകയാണ്. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച കഫ് സിറപ്പിനെ കുറിച്ചാണ്. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ മാസ്റ്റേഴ്സ് ഷുഹൈബ് സാറും സുധീർ സാറൊക്കെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ന്യൂസിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യോ? കഴിഞ്ഞ 2 ദിവസം മുമ്പ്, അല്ലെ 2 മാസം മുമ്പ് കേട്ടൊരു ന്യൂസാണ്. 2 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് എഴുതാൻ പാടില്ല. കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക നിർദ്ദേശമാണ്. അപ്പോൾ അതുവരെ കഫ് സിറപ്പ് എഴുതിയതോ? അതെ, അത് വല്ലാത്തൊരു ചോദ്യമാണ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയും എഴുതാൻ പാടില്ല എന്നും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കലുമാണ് നല്ലത്. പുതിയ നിർദ്ദേശമാണ്. അപ്പോൾ അവർ ഇത്രയും കാലം കഫ് സിറപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ അവർ ശ്വാസം എടുത്തത്. കഫ് സിറപ്പ് ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങില്ലായിരുന്നല്ലോ. അപ്പം ശ്വസന പ്രക്രിയയെ സഹായിക്കാനാണ് കഫ് സിറപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു ധാരണ പൊതുസമൂഹത്തിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്, വലിയ തോതിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഫ് സിറപ്പിന് ഇത്രയധികം യൂസ് വന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം അത് കൊടുക്കരുതെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ചികിത്സിക്കും? സാർ, അത് കൊടുക്കരുതെന്ന് പറയാൻ ഇന്ത്യയിൽ തന്നെ 14ഓളം കുട്ടികൾ മരിക്കേണ്ടി വന്നു. ഈ ബ്രാൻഡ് ആഫ്രിക്കയിൽ കഴിഞ്ഞ 1 വർഷം മുമ്പ് ആഫ്രിക്കയിൽ 85ഓളം കുട്ടികൾ ഈ മരുന്ന് കഴിച്ച് 85ഓളം കുട്ടികൾ മരിച്ചു. എന്നിട്ട് ഇവിടെ നിരോധിച്ചിട്ടില്ല. ആ സമയത്ത് ഇവിടെ നിരോധിച്ചിരുന്നില്ല. ഇന്ത്യയിൽ 14ഓളം കുട്ടികൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നിരോധിക്കേണ്ടി വന്നത്. അല്ല, ആ കഫ് സിറപ്പിലുണ്ടായിരുന്ന സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇതിലുള്ളത്. അതെ, അത് ഞാൻ വിചാരിച്ചത് നമ്മളൊക്കെ വിഷമൊക്കെ ഇങ്ങനെ കഴിച്ചു മരിച്ചു എന്നൊക്കെ പറയില്ലേ, അതെ അതെ അതെ, ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു അങ്ങനെ മരിച്ചു. പക്ഷെ ഇതിൻ്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴാണ് അതിന് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സാധനം. അതായത് കുട്ടി കുടിച്ചു, പിന്നെ വൊമിറ്റിംഗ് ആയി, ലൂസ് മോഷനായി, യൂറിൻ പുറത്തു പോകാത്ത അവസ്ഥ വന്നു, കിഡ്നി ഫെയിലിയർ ആയി, ഡയാലിസിസ് ആരംഭിച്ചു. 2 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യം പറയുന്നത്. ലോകത്ത് ഏറ്റവും ആരോഗ്യമുള്ള മനുഷ്യരായിക്കൊണ്ടും കുട്ടികളായിക്കൊണ്ടും കണക്കാക്കുന്ന ആഫ്രിക്കൻസ് ആണ്. അപ്പോൾ ആഫ്രിക്കയിലെ കുട്ടികൾ കൊടുത്ത് ഇത്രയും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും ഇമ്മ്യൂൺ സ്ട്രെങ്ത് ഇന്ത്യക്കാരായ ആളുകൾക്കുണ്ടോ? അപ്പോൾ അത്രയും ഇമ്മ്യൂൺ സ്ട്രെങ്ത് ഇന്ത്യക്കാരായ ആളുകൾക്കില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആഫ്രിക്കയിൽ പോലും ഇത്രയും വലിയ മരണത്തിനിടയാക്കിയ മരുന്ന് ഇവിടെ ഈ രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് എത്ര ഉണ്ടാവും? അതെ അതെ. ഇപ്പോൾ അൽത്താഫ് 24 ചാനലിൽ പോയില്ലേ, അപ്പം മറ്റേ ഒരു ഡോക്ടർ ഇരുന്ന് ഭയങ്കര അഭിമാനത്തോടുകൂടെ പറയുന്നുണ്ടല്ലോ, ഞാൻ ആഫ്രിക്കയിലൊക്കെ പോകുന്ന ആളാണ്, അവിടുത്തെ FDA പോലെയല്ല ഇവിടുത്തെ FDA എന്ന്. അതെ, മരുന്നിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അദ്ദേഹം അവിടെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതെ അതെ. അതായത് നമ്മൾ അവിടെ സമർത്ഥിക്കാൻ അധിക രാജ്യങ്ങളിലും ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്നുണ്ടാകുന്ന കോൺസിക്വൻസിനെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഡോക്ടർ റെസ്പോൺസിബിലിറ്റിയാണ്. അതെ അതെ അതെ. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടോ? എസ്പെഷ്യലി നമ്മുടെ കേരളം നമ്പർ 1 എന്ന് പറയുന്നു. കേരളത്തിൽ ചികിത്സാ സാക്ഷരത വളരെ കൂടുതലാണെന്ന് പറയുന്നു. ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ വേണ്ടത്ര ജനങ്ങൾ ബോധവാന്മാരാണോ? ഒരിക്കലല്ല. ഞാൻ ആലോചിക്കുകയാണ്, 2 വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും മരുന്ന് കൊടുത്തിട്ടുണ്ടാവുക? പിന്നെ അവരുടെ ഒരളവിനെടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ട് കുട്ടികൾ തുപ്പും. ആ തുപ്പാതിരിക്കാൻ വേണ്ടി മൂക്കും കൂടെ പൊത്തിയിട്ടാണ് അത് ഇറക്കി വിടുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് അകത്തെത്തി കിട്ടിയാൽ മതി എന്ന ചിന്തയിലാണുള്ളത്. അതെ അതെ. ഈ ഒരു വിഷമാണ് കുട്ടികൾ കൊടുക്കുന്നത് എന്നുള്ളത് മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ രാജസ്ഥാനിലോ മറ്റോ മരണപ്പെട്ട സമയത്ത് ആ ഒരു അമ്മ പറയുന്ന വീഡിയോ ഉണ്ട്, ഹിന്ദിയിലാണ്. ആ വീട്ടിൽ പറയുന്നത്, ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുത്തത്, കുട്ടിയെ നിർബന്ധിച്ച് കഴിപ്പിച്ചത് വിഷമായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പം അവരുടെ ആ ഒരു കുട്ടി മരിച്ച ശേഷമുള്ള ആ ഒരു വേദന, അവരെ കരച്ചൽ, ഇത് വീഡിയോയിൽ ഭയങ്കര വൈറലായിരുന്നു. അതെ അതെ അതെ. അതായത് ഈ സാധനം കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുത്തു. ഈ ഒരു സാധനം തന്നെ മാതാപിതാക്കൾ കാണാതെ കുട്ടിയെടുത്ത് കുടിച്ചാൽ മാതാപിതാക്കളുടെ പ്രതികരണം എന്തായിരിക്കും? അതെ അതെ അതെ.
സ്വാഭാവികമായൊരു നല്ല സംഗതി ചെയ്തതുപോലെ കാണുള്ളൂ. കാരണം എന്താ വെച്ചാൽ കഫ് സിറപ്പ് ഇത്ര അപകടം ഉണ്ടാക്കുന്നതാണെന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്നില്ലല്ലോ. അല്ല സാർ, കുടിച്ചാല് ഇത് കുടിച്ചാൽ പിന്നെ വെപ്രാളാണ് ആളുകൾക്ക്. ഇതിന്റെ അളവ് കുറച്ച് കൂടുതൽ കുടിച്ചാൽ പിന്നെ വിഷം കഴിച്ചുള്ള വെപ്രാളാണ്, നേരെ പൊക്കെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും. സാധാരണ ഇത് രണ്ട് വിഷയമുള്ളത്. ഒന്ന്, മരുന്നിനെ പറ്റിയിട്ട് തെറ്റായ ധാരണ വലിയൊരു വിഭാഗമുണ്ട്. അവർ മരുന്ന് വലിയ പാല് പോലെ അല്ലെങ്കിൽ തേന് പോലെ വളരെ നല്ലൊരു സാധനമാണെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗമുണ്ട്. അവർ രോഗമൊന്നുമില്ലെങ്കിൽ വെറുതെ മരുന്ന് കഴിച്ചാൽ അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ച് കുട്ടികളായാലും മുതിർന്ന പോലെ മരുന്ന് കഴിക്കുന്ന ഒരു നല്ല ഒരു അഭിമാനമുള്ള കാര്യമായിട്ട് കാണുക. അതുകൊണ്ട് തന്നെയാണ് ചില ഡോക്ടർമാർ കുറേ മരുന്ന് എഴുതിയെങ്കിലേ അത്തരം ആളുകൾ സംതൃപ്തരാവുകയാണ്. അതെ അതെ. എനിക്കിപ്പോൾ സാറ് ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു തമാശ. എൻ്റെ ഒരു റിലേറ്റീവ് മഞ്ചേശ്വരത്താണ്. അവിടെ അവളും അവളുടെ പിന്നെ നാത്തൂനും ഉണ്ട്, അവരൊന്നിച്ച് താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പോയപ്പോൾ ഐസ്ക്രീം വാങ്ങിയാണ് ആ വീട്ടിലേക്ക് പോയത്. അപ്പോൾ കുട്ടികൾ സ്വന്തമായിട്ട് ഐസ്ക്രീം കണ്ടാൽ അവർക്കത് വേണമെന്ന് താല്പര്യം ഉണ്ടല്ലോ. കണ്ടുകൊണ്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം കുട്ടി കഴിച്ചു. കുട്ടി കഴിച്ചിട്ട് ഉമ്മ കഫ് സിറപ്പും കൊണ്ട് വരികയാണ്, കുട്ടിക്ക് കൊടുത്തു. പക്ഷെ ഇതെന്തിനാ കൊടുത്ത്? ചുമ വരാതിരിക്കാൻ. ഐസ്ക്രീം ഇപ്പോൾ കഴിച്ചാണല്ലോ, ചുമ വരാതിരിക്കാൻ. ഇതാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തേൻ പോലെ പാല് പോലെ വലിയൊരു കാര്യമായിട്ട് ആളുകൾ കൊടുക്കില്ല. അതിനൊരു പ്രധാന കാരണം ചുമയെ ഭയക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. ഇപ്പോൾ സുധീർ സാർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നല്ല ചുമയുള്ളൊരു ടൈം, ഞാൻ പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് എൻ്റെ വളരെ അടുത്തൊരു ബന്ധു വീട്ടിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ ഇതൊരു സെൽഫ് ക്യൂറിങ് മെക്കാനിസം ആണെന്നും ചുമ നല്ലതാണെന്നും ഹീലിംഗ് ആണെന്നും അൽഹംദുലില്ലാ അക്യൂഷനിൽ നിന്ന് നമ്മൾക്കൊരു അറിവ് പടച്ചവൻ തന്നു. അപ്പോൾ നമ്മളത് ആസ്വദിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് എലിമിനേഷനാണ്, അതിൻ്റെ പ്രയാസമുണ്ട്. ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ അമ്മായിയുടെ വീട്ടിൽ തന്നെയാണ്. അമ്മായിയുടെ മകൻ 2 തവണ ഇങ്ങനെ എന്തോ 2 തവണ ചുമച്ചു. അമ്മായി അകത്തും വെള്ളം വെക്കണേ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞു തണുത്ത വെള്ളം കുടിക്കരുതെന്ന്. പിന്നെ എനിക്ക് പേടിയായി. ഞാനെങ്ങനെ എൻ്റെ ചുമ ഞാൻ അവിടെ പ്രകടിപ്പിക്കും. ഞാൻ പിന്നെ പരമാവധി പിടിച്ചു നിന്നു. എൻ്റെ ചുമ അത്രയും സമൂഹം ഭയക്കുന്നുണ്ട് സാറേ. വാസ്തവത്തിൽ ഒരു ചികിത്സയിലെ അടിസ്ഥാനപരമായ തത്വമാണ് കഫം. ഇത് ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. ആഹാരം കഴിക്കുമ്പോഴാണ് കഫവും രക്തമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ കഫസംബന്ധമായ അല്ലെങ്കിൽ കഫമിൻ്റെ ആധിക്യം ഉണ്ടാക്കുന്ന രോഗമുണ്ടായാൽ ആഹാരം കുറയ്ക്കലാണ് പരിഹാരം. ഇത് ജനങ്ങൾ മനസ്സിലാക്കുകയും ആ കെട്ടിക്കിടക്കുന്ന കഫം അത് പുറത്തു വരാൻ ചുമ, തുമ്മൽ അല്ലാതെ വേറൊരു വഴിയില്ല എന്നൊരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ എന്താ ചെയ്യുക? ചെറിയ കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി ഇങ്ങനെ ചുമക്കുന്നു, ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്നു, അവർക്ക് മരുന്ന് കൊടുക്കുന്നതിന് പകരം വളരെ ലളിതമായിക്കൊണ്ട് അവർക്ക് ആഹാരം കുറയ്ക്കാൻ ഉപദേശിക്കും. അത് നമ്മളൊക്കെ അതല്ലേ ചെയ്യുന്നത്, ആഹാരം കൊടുക്കാൻ ഉപദേശിക്കും. എന്നിട്ടോ കുട്ടി ആഹാരം ചിലപ്പോൾ ചോദിച്ച് കരയുമ്പോൾ നമ്മളെന്താ പറയുക, ഈ ചുമയൊക്കെ മാറി പനിയൊക്കെ മാറി ഉണ്ടാക്കി തരാമെന്ന് കുട്ടി ആശ്വസിപ്പിച്ച് പനി മാറിയ ശേഷം, നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ്, ചെറിയ കുട്ടികൾക്ക് ഇതേപോലെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ ബിരിയാണി വേണമെന്ന് പറയും. ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണി ഉണ്ടാക്കി, ഈ പനി ഒന്ന് മാറിയിട്ട് ബിരിയാണി ഉണ്ടാക്കി തരാം എന്ന് കുട്ടിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പനി മാറിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ, പനി മാറിക്കഴിഞ്ഞാൽ കുട്ടിക്ക് വല്ലാത്തൊരു വിശപ്പ് വരാണ്ട്, ഭക്ഷണത്തിനോട് വല്ലാത്തൊരു ആഗ്രഹം വരാറുണ്ട്. ആ സമയത്ത് എന്താണെന്നറിയോ, ആ സമയത്ത് കുട്ടി പറഞ്ഞ ആഹാരം ഉണ്ടാക്കി കൊടുക്കും, കുട്ടിയും ഹാപ്പി. ഇനി അടുത്ത പ്രാവശ്യം പനി വരുമ്പോൾ കുട്ടിയോട് ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അനുസരിക്കാൻ ഒരു പ്രയാസമില്ല, പാരൻസിന് നല്ല സുഖമാണ്. ഇത് കുട്ടിക്ക് ശീലമായി മാറി. കുട്ടികളുടെ ചുമയെ സംബന്ധിച്ച് ഒബ്സർവ് ചെയ്തൊരു കാര്യം, പലപ്പോഴും കുട്ടികൾ അതൊരു പ്രയാസമായിട്ട് പ്രകടിപ്പിക്കാറില്ല. കുട്ടികൾ അവരുടെ കളികളിൽ തുടരും, അവർ വെളിയിൽ മണ്ണിൽ കളിക്കുന്ന തുടരും, കൂട്ടുകാരോടൊപ്പം കൂടും, പക്ഷേ ചുമക്കുന്നുണ്ടാവും. ഇത് കേൾക്കുന്നവർക്കാണ് ശരിക്കും ഇതിന്റെ അസ്വസ്ഥത. കുട്ടികളുടെ ആക്ടിവിറ്റിയിൽ തടസ്സമേ ഇല്ല. ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പൊ മരുന്ന് വാങ്ങിച്ചാൽ പോലും, അത്രയും വലിയ ഡ്രഗ് വാങ്ങിച്ചാൽ പോലും പറയും, ഇത് 15 ദിവസം എടുക്കട്ടോ, അല്ലെങ്കിൽ 20 ദിവസം എടുക്കട്ടോ, ഇത് മാറാൻ. മരുന്ന് കഴിച്ചോളൂ, അത് കൂട്ടത്തിൽ 20 ദിവസം എടുക്കും. ഇത് മരുന്ന് വാങ്ങിക്കാതെ 20 ദിവസം വെയിറ്റ് ചെയ്യുമോ? അതൊരു തമാശയാണല്ലോ ഇത്. അപ്പം ആളുകൾ പറയും, അത് കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച കൊണ്ടേ മാറുള്ളൂ, അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ടേ മാറുള്ളൂ, ഈ ചുമ വന്നാൽ അങ്ങനെയാണ്, 3 ആഴ്ച കൊണ്ടേ മാറുള്ളൂ. ഇതൊരു കാര്യമാണ്. ജനങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നറിയോ, ഒരു രോഗം വന്നാൽ മരുന്ന് കഴിച്ചാൽ എന്നാ ഓക്കെ, മരുന്ന് കഴിച്ചില്ലെങ്കിൽ വേണ്ടതുപോലെ ആ കുട്ടിയെ ശ്രദ്ധിച്ചില്ല, പരിചരിച്ചില്ല എന്നൊരു വിചാരം, സംതൃപ്തി ഇല്ലാതെ വരും. അതെ, ഇങ്ങനെ വരുമ്പോഴാണ് ഈ വിവരമില്ലായ്മയുള്ള വാക്ക് ഉപയോഗിക്കും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം എന്താണെന്നറിയോ, ആളുകൾ അവർ മനസ്സിലാക്കുന്നതിൽ കുഴപ്പമാണത്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് ഇതേപോലെ രോഗം വരുന്ന സമയത്ത് വളരെ കൃത്യമായി നമ്മൾ ആഹാരം ക്രമീകരിക്കുന്നുണ്ട്. കുട്ടിക്ക് തൽക്കാലം ഇപ്പോൾ കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് അറിയാം, കാരണം എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ കുട്ടിക്ക് രോഗം മാറുന്നുണ്ട്. അപ്പം ആഹാരം കുറച്ചുകൊണ്ട്, ആഹാരം തീരെ കൊടുക്കണമെങ്കിൽ ആഹാരം നന്നായി കുറച്ചുകൊണ്ട് ആ പനിയുടെയും ആ ചുമയുടെയും ആ കഫം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, തുമ്മലായിക്കോട്ടെ, തൊണ്ടടപ്പായിക്കോട്ടെ, മൂക്കടപ്പായിക്കോട്ടെ, മണമില്ലായ്മ എന്ത് തന്നെ ആയാലും ആ കുറച്ച് ദിവസം
ആഹാരം ഒന്ന് ക്രമീകരിച്ച്, ഭക്ഷണം ക്രമീകരിച്ച് ഒന്ന് കുട്ടിയെ സപ്പോർട്ട് ചെയ്ത്, നമ്മൾ അങ്ങനെ ക്രമീകരിച്ചാൽ മാത്രമേ കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, കുട്ടിയെ ഒന്ന് സ്നേഹിച്ച് താലോലിച്ച് അങ്ങനെ ഒന്ന് കൂടി ഓർന്ന് ഉറക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബിരിയാണി കഴിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ വീട്ടിലും കുട്ടിക്ക് സുഖമായിട്ടാണ് നമ്മൾ ഭക്ഷണം, നല്ല ഭക്ഷണം ഉണ്ടാക്കില്ല. അതാണ് പാരൻസ് ശ്രദ്ധിക്കേണ്ടത്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക്, ഇപ്പം നമ്മൾ മുതിർന്നവർക്കൊക്കെ തന്നെയാണ്, ചില പ്രായമുള്ളവർക്ക് രോഗം വരുമ്പം നമ്മൾ പറയും അവർക്ക് ഈ സമയത്ത് ഭക്ഷണം ദഹിക്കില്ല, അപ്പോൾ അവർക്ക് വളരെ അല്പം മാത്രം ആഹാരം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ മൂക്കിലേക്ക് നല്ല ബിരിയാണിയുടെ മണവും നല്ല പൊരിച്ചമീൻ്റെ മണവും നല്ല മന്തിയുടെ മണവും കൊടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞത് ഒരു തരം ബുദ്ധിമുട്ടിക്കില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഇതൊരു പുതിയൊരു ടോപ്പിക് ആട്ടോ ഈ ഒരു ചർച്ച. മാഷാഅല്ലാഹ്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആഹാര ക്രമീകരണം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ആഹാര ക്രമീകരണം പാലിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം. അതിനെപ്പറ്റി ചിന്തിക്കണം. അതൊരു സംസ്കാരമായി മാറണം. കുട്ടികൾക്ക് രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് രോഗം വരുമ്പോഴോ അവിടെ സൽക്കാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സൽക്കാരത്തിൽ ആഹാരം കഴിക്കാൻ തൽക്കാലം ഒരു മരുന്ന് കൊടുത്തിട്ട് ആഹാരം കഴിക്കുന്ന രീതി മാറിയിട്ട് കൃത്യമായി ഇതിനെ ക്രമീകരിക്കാൻ സാധിക്കുമെങ്കിൽ മരുന്നില്ലാതെ മാനേജ് ചെയ്യാൻ കഴിയും. അതെ സാർ. ഇതിൽ ഈ കഫ് സിറപ്പിൻ്റെ വിഷയം പറയുമ്പോഴേ പലപ്പോഴും അത് കുട്ടികളുടെ വായിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അത് തുപ്പിക്കളയേണ്ടതാണ് എന്ന് ശരീരം ഇൻഫർമേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പം അത് ആ ശരീരത്തിന് പറ്റാത്തത് കൊണ്ടാണല്ലോ ശരിക്കും അത് റിജക്റ്റ് ആകുന്നത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. കുറച്ച് കാലം മുമ്പേ സൗദിയിലൊന്നും മദ്യം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ മദ്യത്തിന്റെ ലഹരിക്ക് പകരം എന്താ ഉപയോഗിച്ചത്? ഇതേ കഫ് സിറപ്പ് ഉപയോഗിച്ചത്. അപ്പം ഈ കഫ് സിറപ്പ് മദ്യം കഴിച്ചാൽ കിട്ടുന്ന പോലെ ലഹരി കിട്ടുന്ന ലഹരിയാണെന്ന് അന്നാൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കഫ് സിറപ്പിനെ അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ കഫ് സിറപ്പിനെ വളരെ ശ്രദ്ധിച്ച് വെച്ച് കൈകാര്യം. കാരണം അത് ലഹരി ഉണ്ടാക്കുന്നത് മാത്രമല്ല, പലപ്പോഴും കഫ് സിറപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ രാത്രി കിടന്നുറങ്ങുന്നത് ചുമ ബുദ്ധിമുട്ടി ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ ചുമ ബുദ്ധിമുട്ട് ഉറക്കം നഷ്ടപ്പെടുമ്പം ഈ കഫ് സിറപ്പ് കഴിക്കുമ്പോൾ നല്ല സുഖമായി ഉറങ്ങുന്നുണ്ട്. എങ്ങനെയാണ് ഉറങ്ങുന്നത്? അതെ അതെ, മയങ്ങിപ്പോവാണ്. ഇതവിടെ പ്രശ്നം. ഇത് മനസ്സിലാക്കിയ ആൾക്കൊക്കെ, ഇത് മനസ്സിലാക്കാത്ത ആളും വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഈ കോവിഡിന്റെ സമയത്ത് എല്ലാം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചല്ലോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യാണ്. അവൻ പറയാണ് ഏറ്റവും ചിലവുള്ളത് കഫ് സിറപ്പാണ്. അപ്പം എന്താ കാരണം? മെഡിക്കൽ സ്റ്റോറുകാർ പേഴ്സണലി വിളിച്ച് പറയാണ് ഇത്ര ബോക്സ് കഫ് സിറപ്പ് കൊണ്ടുവരണം. അവര് ഇതിന്റെ 5 ഇരട്ടിയും 10 ഇരട്ടിയും വിലക്ക വിൽക്കുന്നത്. ആർക്കാ വിൽക്കുന്നത്? ആർക്കാണ്? കള്ളു കിട്ടാത്ത ആളുകൾക്ക്, മദ്യം കിട്ടാത്ത ആളുകൾക്ക് പകരം കൊടുക്കുന്ന സാധനമാണിത്. അല്ല, ഇത് വിവാദമാവോ ഈ പറഞ്ഞത്? സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇത് അറിയുന്ന കാര്യമാണ്. ഇത് അല്ല, ഇത് ശരിക്കും വല്ലാതെ കഫ് സിറപ്പിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, കഫ് സിറപ്പ് കുടിച്ചോണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഡ്രൈവ് ചെയ്യാൻ പാടില്ല. അല്ല, കഫ് സിറപ്പ് കുടിച്ചോണ്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ട്രാഫിക് നിയമമാണ്. മദ്യപിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടില്ല ട്രാഫിക് നിയമമാണ്. മനസ്സിലാക്കുന്നില്ല. ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ ഉദ്ദേശം. അല്ലാതെ വേറെ കാര്യം പറയുന്നൊക്കെ വിവാദമാവും. പക്ഷെ ഇവര് ഇത് നിരീക്ഷിച്ചു നോക്കട്ടെ. അതെ അതെ, അവർ ഒബ്സർവ് ചെയ്യട്ടെ. അല്ല, ജാബിറിന്റെ ഒരു വീഡിയോയിൽ മുൻപ് പറഞ്ഞു പോയൊരു അനുഭവം ഉണ്ട്. ജാബിറിന്റെ ഒരു പേഷ്യന്റ് വന്ന സമയത്ത് ആ കുഞ്ഞിനെ എന്തിനാണ് അക്യുപങ്ചറിൽ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ രാത്രി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒരു കഫ് സിറപ്പ് കൊടുത്തിരുന്നു. അപ്പൊ ചിലരൊരു ശീലമുണ്ട്, രാത്രി കുടിക്കേണ്ട മരുന്ന് കുടിച്ചില്ലെങ്കിൽ രാവിലത്തേക്ക് അത് കൊടുക്കും. കുട്ടിക്ക് രാവിലെ കൊടുത്തു കഴിഞ്ഞ് കുട്ടി മയങ്ങി വീണു എന്നാണ് പറയുന്നത്. ഈ ഉമ്മ തട്ടി വിളിച്ചിട്ടോ നുള്ളിയിട്ടോ പിച്ചിയിട്ടോ ഒന്നും കുട്ടി എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഈ രാത്രി കൊടുത്ത കുട്ടി ഉറങ്ങുകയല്ല, ശരിക്കും മയങ്ങി പോവുകയാണ്. അങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അക്യുപങ്ചറിലേക്ക് വന്ന ജാബിർ പറയാറുണ്ട്. എനിക്ക് ഈ അടുത്ത് നമ്മളെ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ ഒരു വീഡിയോയിൽ നല്ല വീഡിയോ അദ്ദേഹം മയക്കുമരുന്നിനെ പറ്റി സൂചിപ്പിക്കും. കാരണം നമുക്കറിയില്ല, ഇപ്പോൾ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനും അദ്ദേഹം പറയുന്നൊരു വാക്കെന്താണെന്ന് വെച്ചാൽ, മയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, സിറപ്പുകൾ, ടാബ്ലറ്റുകൾ ഇതെല്ലാം മദ്യം പോലെ തന്നെ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെ തന്നെ ശരീരം ദൂഷ്യമാണ്. അത് ഗുണമുണ്ടാക്കുന്നില്ല. ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവർ ഒന്നുമല്ല. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൂഫാൻ എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ഒരു സംഘം നടന്നു പോകുമ്പോൾ മറുഭാഗത്ത് അതിന് പകരമായി മരുന്ന് കച്ചവടങ്ങളും അല്ലെങ്കിൽ ആ വീഡിയോ പറഞ്ഞ പോലെ ക്യാൻസറിന് ഉപയോഗിക്കുന്ന സിവിയറായി സ്ട്രോങ് ആയിട്ടുള്ള വേദന സംഹാരികൾ
മയക്കുമരുന്ന് ഉപയോഗപ്പെടുന്നു എന്നുള്ളൊരു വസ്തുതയും ഞാൻ ഈ വിഷയത്തിലെ അബ്ദുൽ ഹക്കീം ഉസ്താനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് ഒരു കാരണം, ഒരുപാട് സ്ഥാപനങ്ങളുടെ ഇടയിൽ കുറേ അലോപ്പതിയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ഒരാൾ ഇത്തരം വിഷയങ്ങൾ ആ പ്രതികൂല സാഹചര്യത്തിൽ തുറന്നു പറയണമെങ്കിൽ ചെറിയ ഗട്സ് പോരാ. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമ്മളെ വിഷയം എന്താണെന്നറിയോ, ഇപ്പൊ എനിക്കൊരാൾ പരിചയമുള്ള ആളാണ്, അയാൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യാം, അയാൾക്ക് ഞാൻ പറഞ്ഞ വിഷമമാണ്, മിണ്ടാണ്ടിരിക്കുക എന്നുള്ള പോളിസിയാണ് പലരും ഫോളോ ചെയ്യുന്നത്. ഇവിടെയാണ് അസ്ഹരി ഉസ്താദിന്റെ വ്യക്തിപരമായ അറ്റാക്ക് അല്ലല്ലോ, പക്ഷേ സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് തുറന്നു കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്താ സുധീർ സാർ? അല്ല, ഇപ്പം ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ പുതിയ നിർദ്ദേശം ഇന്നലെ ഞാൻ ഒന്നാണ്, മെഡിക്കൽ സ്റ്റോറുകളിൽ കുറിപ്പടി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, മരുന്ന് കൊടുക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ മരുന്നൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിച്ചെന്നുള്ളത് അത് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാലോ, അറിയാം. ഈ മരുന്ന് രോഗമുള്ള രോഗിക്ക് കൊടുത്താലോ? അതെ അതെ അതെ. അല്ല, ഇവിടുത്തെ പ്രശ്നം എന്നറിയോ, മരുന്ന് കുറിപ്പടിയില്ലാതെ കൊടുക്കാൻ പാടില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയുള്ള നിയമമാണ്. നിങ്ങൾ UK, USA, കാനഡ, ജർമ്മനി ഇവിടെ പോരുന്ന നിയമം. അവിടെ ഒരിക്കലും നിങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു മരുന്ന് കുറിപ്പടിയില്ലാതെ കൊടുത്താൽ തരില്ല. അവർ ആ കുറിപ്പടി നോക്കും, ഡോക്ടർ എപ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ തന്നത്, എന്നിട്ട് ആ പ്രിസ്ക്രിപ്ഷന് മരുന്ന് ഏതെങ്കിലും സ്ഥലത്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് അത് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട മുറക്ക് മാത്രമേ മരുന്ന് കൊടുക്കുള്ളൂ. അല്ലാതെ ആരെങ്കിലും മരുന്ന് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും മരുന്ന് കൊടുത്ത ഒരു ഫാർമസിസ്റ്റ് മരുന്ന് കൊടുക്കുന്ന ബോധ്യപ്പെടുക ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ക്ലെയിമാണ്, വലിയ ഒഫൻസ് ആണ്. അപ്പൊ അത്രയും ആ കാര്യത്തിൽ ഡ്രഗ് കൺട്രോൾ, ഒരു കൺട്രോൾ അവിടെ നിർബന്ധമുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ ഡ്രഗ് ഓപ്പൺ ആണ്, ഇവിടെ ഒരു കൺട്രോളും ഇല്ല. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഫാർമസി പോയി മരുന്ന് വാങ്ങുന്നു, ഇതേ മരുന്ന് അടുത്ത ഫാർമസി പോയി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, അത് വീണ്ടും അടുത്ത ഫാർമസി വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾ 10 ഫാർമസിയിൽ മരുന്ന് കിട്ടും. അങ്ങനെ അതേ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് നിങ്ങൾക്ക് എവിടെ പോയി മരുന്ന് വാങ്ങാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കാൻ കഴിയുക? ഈ മദ്യത്തിന് പകരം ചുമയുടെ ടോണിക് ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ ഈ ഒരേ ചുമയുടെ ടോണിക്കിന്റെ പ്രിസ്ക്രിപ്ഷനായി പോയി. ചുമയുടെ ടോണിക്കിനൊക്കെ എന്ത് പ്രിസ്ക്രിപ്ഷനാണ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, അങ്ങനെ വേണമെന്നാണല്ലോ. നമ്മളുടെ ഷെഡ്യൂൾ H, ഷെഡ്യൂൾ J, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഡ്രഗ്സ് ഉണ്ട്. ചില ഡ്രഗ്സ് ഒരു കാരണവശാലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാം. പക്ഷെ ഒരു ബിസിനസ് എയിമിൽ നോക്കുമ്പോൾ ഒരു ഫാർമസിയിൽ മരുന്നുണ്ട്, ആ മരുന്ന് അത് എക്സ്പയറി ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം വിട്ടില്ലെങ്കിൽ പിന്നെ എക്സ്പയർ ആവും, അല്ലെങ്കിൽ അത് വലിച്ചെറിയേണ്ടി വരും. ഇപ്പം ഷെഡ്യൂൾ H പറഞ്ഞ മെഡിസിൻ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കില്ല എന്ന് ചോദിച്ചാൽ അവിടെ അത് പൈസ ആവശ്യമുള്ളതായതുകൊണ്ട് കൊടുക്കാൻ, കാരണം ഇവിടെ അത്ര നിയമമുള്ളൂ, ഇവിടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഈ അവർ ഒരു പ്രൊഫഷനായിട്ട് ഈ ഡ്രഗിൻ്റെ ബിസിനസ്, അതായത് ഈ ടോണിക് ആയാലും ചുമയുടെ ഡ്രഗ് ആയാലും ഇത്തരം ലഹരിയുള്ള ഈ കുട്ടികൾക്ക് പോലും മാരകമായ ഡ്രഗ്സ് അവരങ്ങനെ ഒരു പ്രൊഫഷൻ പഠിച്ചു പോയല്ലോ. നമുക്ക് ഇവരെ ഒന്നും തിരുത്താനോ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഇത് നിർത്താനോ പറയാൻ പറ്റൂല. കാരണം അല്ല, ഇത് നമ്മൾ പറയുന്നവർ കുറ്റം പറയല്ല, അവർ നിരീക്ഷിച്ചു നോക്കട്ടെ, അവർ ആലോചിക്കട്ടെ, ജനങ്ങൾ നിരീക്ഷിക്കട്ടെ. അതെ അതെ. എന്തെന്നറിയോ, നമ്മുടെ നാട്ടിൽ അപ്രതീക്ഷിതമായി ക്യാൻസർ രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, അപ്രതീക്ഷിതമായി കിഡ്നി ഫെയിൽ രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്കാണ് ഈ 2 വയസ്സുള്ള കുട്ടികൾക്കുള്ള മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മരണം എങ്ങനെ സംഭവിക്കുന്നത്? ഈ മരുന്ന് കൊടുത്തതിന് കിഡ്നി ഫെയിലായിട്ട് മരിക്കുന്നു. അപ്പോൾ കിഡ്നി ഫെയിലായി മരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ കൊടുക്കുന്ന മരുന്ന് കൊണ്ടാണ് കിഡ്നി ഫെയിൽ ആവുന്നതെന്ന് മനസ്സിലാവാതെ സംഭവിക്കുന്ന അബദ്ധങ്ങളാണിത്. അപ്പം കിഡ്നി ഫെയിലായ ആളുകളെയും ക്യാൻസർ രോഗികളെയും സംരക്ഷിക്കാനും അവരെ പരിരക്ഷിക്കാനും അവരെ എന്താ പറയുക പുനരധിവസിപ്പിക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് പണം ചെലവഴിക്കുന്നു, അവരെ ഡയാലിസിസ് ചെയ്യാനൊക്കെ ഒരുപാട് പണം ചെലവഴിക്കുന്നു. പക്ഷേ കൃത്യമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇനി സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന ചർച്ചയില്ല. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ കഫ് സിറപ്പിൻ്റെ വിഷയം പറയുന്നെങ്കിൽ പോലും ഇതേപോലെ ഇനി ഈ കുട്ടികൾ കഫ് സിറപ്പിൻ്റെ ഈ പ്രോബ്ലം കൊണ്ട് ഒരു കുട്ടി മരിക്കാൻ പാടില്ല എന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു മരുന്നുമില്ലാതെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കുന്നതിന് പകരം ആ മരുന്ന് രോഗിച്ചു പകരം വേറെ മരുന്ന് ഇറക്കി ഈ പ്രായ കുട്ടിക്ക് മരുന്ന് കൊടുക്കേണ്ട വേറെ മരുന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ മരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതുകൊണ്ട് പരിഹാരമാവുന്നില്ല. കൃത്യമായിട്ട് ഇത്തരം ആരോഗ്യ വിഷയങ്ങൾ നമ്മളൊക്കെ എങ്ങനെയാണോ മരുന്ന് കൈകാര്യം ചെയ്തത്, ഇത് പഠിക്കാൻ ജനങ്ങൾ തയ്യാറാവുകയും സ്വന്തം മക്കളുടെ സ്നേഹമുണ്ടെങ്കിൽ ഇവർ ഇത്തരം വലിയ റിസ്ക് ഉള്ള കളിക്ക് കുട്ടികളെ വെച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യണം. സാറേ, ഇവിടെ വേറൊരു ട്രെൻഡുണ്ട്, അതെനിക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാകുമെന്ന് അറിയില്ല. അതായത് ഈ 20ഓളം കുട്ടികൾ 15ഓളം കുട്ടികൾ ഇങ്ങനെ ഡ്രഗ് കൺസപ്ഷൻ കൊണ്ട് ചുമയ്ക്ക് മരുന്ന് കുടിച്ചിട്ട് മരിച്ച ആ ഒരു വിഷയത്തിന് കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ജനങ്ങളുടെ ഭാഗത്തോ മീഡിയാസിൻ്റെ ഭാഗത്തോ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും
സ്വാഭാവികമായ മരണങ്ങൾ ഈ പ്രായത്തിൽ ഒറ്റപ്പെട്ട് സംഭവിക്കാമല്ലോ. അങ്ങനെ ആരെങ്കിലും ഒരു മരുന്നും കുടിക്കാത്ത അവസ്ഥയിൽ ഒരു രാത്രി ഉറങ്ങിയ കുട്ടി രാവിലെ മരിച്ചു എന്നൊക്കെയുള്ള വാർത്ത വരുമ്പോൾ ഭയങ്കര ദുരൂഹതയും പ്രശ്നങ്ങളും മാധ്യമങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത് കൊണ്ടാണ് മരിച്ചത് എന്ന തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലുതാക്കി കാണിക്കുകയും ഇങ്ങനെ വ്യാപകമായി നടക്കുന്ന ട്രാജഡികളെ, ഈ ടോണിക് ട്രാജഡി, എത്രയോ കുട്ടികളെ ബന്ധപ്പെട്ടൊരു അല്ല ഇതിൽ അർത്ഥം പറയുന്ന കാര്യം എന്നറിയോ, ഇപ്പം തൂഫാൻ പോലെയുള്ള ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് അതിന് വിമർശിക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം കർശനമായി തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് പകരം മദ്യഷാപ്പുകളിലെ മദ്യം വിൽക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ കാര്യം. എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു സംഗതി തടയുമ്പോൾ അതിന് പകരമായി മറ്റൊരു സംഗതി ഉപയോഗപ്പെടുത്തും. ആ ഉപയോഗപ്പെടുത്തുന്നത് സൂക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു മരണം ഉണ്ടായി, ഒരു മരണം സ്വാഭാവികമായി 2 വയസ്സോ 3 വയസ്സോ 5 വയസ്സോ ഏത് പ്രായത്തിലുള്ള കുട്ടി മരണപ്പെടാം. അങ്ങനെ മരണം ഉണ്ടായി. ഈ മരണം ഉണ്ടാകുമ്പോൾ വളരെ വ്യാപകമായിട്ട് ഈ കുട്ടിയെ ഡോക്ടറെ കാണിക്കാത്തത് കൊണ്ട്, ചികിത്സിക്കാത്തത് കൊണ്ട് മരിച്ചത് വലിയ പ്രചരണം ഉണ്ടാകുമ്പോൾ, ഇതേപോലെ കുട്ടികൾക്ക് ഇനി രോഗം വരുമ്പം കുട്ടികളെ കൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചില്ലെങ്കിൽ നാളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ഭയന്നിട്ട് ഇതുപോലെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാനുള്ള പരസ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു പരസ്യം, ഒരു അങ്ങനെ പോയി ടോണിക്ക് കുടിച്ച് മരിച്ചാലും കുഴപ്പമില്ല. ഇല്ല, ആരോഗ്യമുള്ള കുട്ടികൾ ചെറിയ അസ്വസ്ഥതയ്ക്ക് പോയി ടോണിക്ക് കുടിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ട്രാജഡി പോലെ വ്യാപകമായി കുട്ടികൾ മരണപ്പെട്ടാലും കുഴപ്പമില്ല. സ്വസ്ഥമായി, അല്ലെങ്കിൽ സ്വസ്ഥം എന്ന് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഒരു ചൂഷണങ്ങളിലും പെടാതെ, ഒരു വിഷവും ഉള്ളിൽ പോകാതെ സമയത്ത് മരിക്കാലോ, മരണത്തെ തടയാൻ ലോകത്തൊരു സംവിധാനം ഇല്ല എന്നൊരു ആർഗ്യുമെന്റിൽ തന്നെയാണ്, ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അല്ല, അതിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. പിന്നെ ഒരു അഭിപ്രായം മാത്രമാണ്, നമ്മുടെ ചികിത്സ മരണം തടയാൻ കഴിയും, പോസ്റ്റ്പോൺ ചെയ്യാൻ കഴിയും. ചില മരണം ഉണ്ടാകുമ്പോൾ ആൾക്കാർ പറയും അത് ആ ഡോക്ടറെ കാണിച്ചിട്ടാ, മറ്റു ഡോക്ടറെ കാണിച്ചാൽ മരണം ഒഴിവായിരുന്നു, ആ ഹോസ്പിറ്റലിൽ ആ ഫെസിലിറ്റി ഇല്ല, ആ ഫെസിലിറ്റിയിൽ ഹോസ്പിറ്റലിൽ പോയി മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഇങ്ങനെയുള്ള അഭിപ്രായം ആൾക്കാർ പറയാറുണ്ട്. ചികിത്സകൾ പറയും സാറേ. പക്ഷേ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മരണം സമയമാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ആർക്കും അതിനെ തടയാൻ കഴിയില്ല. അത് തടയാൻ കഴിയും എന്നുള്ളൊരു വെറും ഒരു ആർഗ്യുമെന്റ് മാത്രമാണ്. ഈ ആർഗ്യുമെന്റ് എന്തിനുള്ളതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ അത്തരം ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ടൂൾ മാത്രമാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ നമ്മളിത് പറയുമ്പോൾ പോലും മറ്റൊരു കുത്തക കമ്പനി ഇവിടെ വന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, മറ്റോടെ ഇൻവെസ്റ്റ് ചെയ്തു, ഇവിടെ ആരോഗ്യരംഗം തകരാൻ പോവാണ്. ബദൽ സംവിധാനം എന്താണെന്ന് പറയുന്നില്ല. ഇതിന് പരിഹാരം പറയണ്ടേ? ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മൾ ജാഗ്രതയിൽ ഉണ്ടാവണം. എങ്കിൽ ഇത് പരിഹാരം പറയുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പം നമ്മളൊക്കെ മക്കള് ഒരു മരുന്നും കഴിക്കാതെ സ്വസ്ഥമായി ജീവിക്കുന്നു. ഇത് പറയുമ്പോൾ പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ആളുകൾ, ആ വിശ്വാസത്തിൻ്റെ ആളുകൾ, ഇല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകൾ എന്നിങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ജീവിക്കുന്നൊരു വലിയൊരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളത് അംഗീകരിക്കാനോ, ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ ഒരു സമാന രീതിയിൽ കേരളത്തിലുണ്ട് എന്നൊരു റഫ് ഫിഗർ നമ്മൾ പറയുമ്പോൾ തന്നെ അത്തരം ആളുകളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് പൊതുസമൂഹം ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് വിഷയത്തിൽ എന്നറിയോ, റിസ്ക് എടുക്കരുന്ന ആൾക്കാർ പറയൂലേ, പാരച്യൂട്ട് ജമ്പിങ് റിസ്ക് ഇല്ലേ, ട്രക്കിങ്ങിൽ എത്ര റിസ്ക്കുള്ള കാര്യങ്ങളുണ്ട്, എത്ര ട്രാവലിംഗ് റിസ്കുകളുണ്ട്. ഈവൻ നമ്മളെ ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത പോലെ റിസ്ക്കാണ്. ഇപ്പോഴത്തെ എൻവയറമെന്റിൽ പറയുമ്പം ജിസിസി കൺട്രീസിൽ ജോലി ചെയ്യാൻ പോലും റിസ്ക്കാണ്. ഇതാരും കുറ്റം പറയാൻ വേണ്ടി പറയല്ലോ, ഇറ്റ്സ് എ ഫാക്ട്. ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, കേരളം എന്ന സംസ്ഥാനത്തിൽ വലിയ തോതിൽ ഉൽപ്പാദനങ്ങളൊന്നുമില്ല. കേരളം ചലിക്കുന്നത് ജിസിസി കൺട്രീസിൽ നിന്ന് വരുന്ന വരുമാനം. ആ വരുമാനത്തിലുണ്ടാകുന്ന ഓരോ തരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും മലയാളികളെ സ്വാധീനിക്കുന്നു, ബാധിക്കുന്നു. കുറ്റപ്പെടുത്തല. പക്ഷെ നമ്മൾ ഒരു റിയലൈസേഷൻ ആവശ്യമുണ്ട്, ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ, മലയാളികൾക്ക് സ്വന്തം ചെലവ് ചുരുക്കാൻ ഒരുപാട് പദ്ധതികൾ ആവശ്യമുണ്ട്. ആ പദ്ധതികളെപ്പറ്റി വളരെ പ്രധാനപ്പെട്ടത്, ഏറ്റവും കൂടുതൽ പണം ചെലവുന്ന ചികിത്സക്കാണെങ്കിൽ ഇതേ ആരോഗ്യ വിഷയങ്ങൾക്ക് ഇത്ര പണം ചെലവഴിക്കാതെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കൽ നിർബന്ധമാണോ? അല്ലേ? തീർച്ചയായും നിർബന്ധമാണ്. അതിനിപ്പോൾ പരിഹാരമായിട്ട് അവർ പറയുന്നൊരു കാര്യം ഇൻഷുറൻസ് ആണ്. അതുപോലത്തെ ഒരു കോമഡിയുള്ള പരിപാടി വേറെ ഇല്ലല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം 4 പിക്ചർ ഉണ്ട്, ഒരു തല പൊട്ടിയൊരു കേസ്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പം പിന്നെ ഇവിടെ ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പം കുറച്ചും കൂടെ വലിയൊരു കെട്ട് ഇട്ടു. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഫുള്ള് ഇങ്ങനെ കെട്ടിവെച്ചു. ഇൻഷുറൻസ് ഉള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഫുള്ള് ഇങ്ങനെ മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരെണ്ണം കൂടെ വേണം. നമ്മൾ പറയാണ് അതിനകത്ത് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആ രക്തം ഇങ്ങനെ ചെറുതായിട്ട് പൊടിക്കുന്ന ഒരു സാധനം കൂടെ വേണം.
അപ്പൊ അതാണ് അക്യുപങ്ചർ ചികിത്സ. ഒന്നും ചെയ്യാതെ, ഒന്നും ചെയ്യാതെ, അതെ, അല്ലെങ്കിൽ നാച്ചുറൽ ഹീലിങ്ങിന് വിടുക. സാറേ, റിസ്ക് എന്ന് പറയുമ്പോഴേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം റിസ്ക് അല്ലേ. ഒരു എപ്പിഗ്ലോട്ടിസ് തിരിഞ്ഞടഞ്ഞാൽ തീരാന്നൊരു ഒരു പ്രശ്നമല്ലേ ആഹാരം. സാറ് ക്ലാസ്സിൽ പറയല്ലോ, തൃശ്ശൂര് ഒരു വലിയ മാളില് പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വഴി തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. അതുകൊണ്ട് മാളിൽ വെച്ച് ഇനി ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. റിസ്ക് ആണ്. ഇതിൽ രണ്ട് വിഷയമുള്ളത്. ആ മരണപ്പെട്ടത് ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഞാനിത് മനസ്സിലാക്കുന്നത്, ഡോക്ടറായാലും രോഗിയായാലും മനുഷ്യനാണെങ്കിൽ അയാൾക്ക് സമയം അയാൾക്ക് മരണം ഉണ്ടാകും. ആ സമയത്ത് അദ്ദേഹം ആഹാരം കഴിക്കുകയായിരുന്നു. ആഹാരം കഴിക്കുന്ന സമയത്ത് അയാൾ മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഹാരം തൊണ്ടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് പകരം തൊണ്ടയിൽ ആഹാരം കുടുങ്ങി മരിച്ചു എന്ന പ്രചരണം ഉണ്ടല്ലോ, ഇവിടുത്തെ വിഷയം. അപ്പോൾ ഒരു ഭയം ഉണ്ടാകുകയാണല്ലോ. പണ്ട് കാലത്ത് ഈ കപ്പലിൻ്റെ ഇല്ലേ, കടല, അത് ആളുകൾ ഇങ്ങനെ എറിഞ്ഞിട്ട് കഴിക്കുമായിരുന്നു. മര്യാദകേടാണ്. എന്നാലും ആളുകൾ മറ്റുള്ളവർ ഭയപ്പെടുത്തുന്നത്, അത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് പുട്ട് കഴിച്ച് മരിച്ചവരുണ്ട്, നൂൽപുട്ട് കഴിച്ച് മരിച്ചവരുണ്ട്, പൊറോട്ട കഴിച്ച് മരിച്ചവരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ പൊറോട്ട എറിഞ്ഞിട്ടായിരിക്കൂല കഴിച്ചത്, നൂൽപുട്ട് എറിഞ്ഞിട്ടായിരിക്കൂല കഴിച്ചത്, ഭവ്യതയിലും മര്യാദയ്ക്കും കഴിച്ചവരായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അറിയോ, ഈ പുട്ട് കഴിച്ച് മരിച്ചവരുണ്ട്, പൊറോട്ട കഴിച്ച് മരിച്ചവരുണ്ട്, കടല കഴിച്ച് മരിച്ചവരുണ്ടെന്ന് പറയുമ്പോൾ കഫ് സിറപ്പ് കഴിച്ച് മരിച്ചവരുണ്ട്. അപ്പോൾ കഫ് സിറപ്പ് നിരോധിച്ച പോലെ പുട്ടും പൊറോട്ട നിരോധിക്കാൻ പോവാണോ? അല്ല, അത് ആഹാരവും മറ്റേത് ഒരു ഡ്രഗും ആണല്ലോ. എന്നുവെച്ചാൽ മരണസമയത്ത് ഒരു വ്യക്തി ചെയ്യുന്ന ആക്ടിവിറ്റി നോക്കിയിട്ട് അതുകൊണ്ട് മരിച്ചു എന്ന് വിലയിരുത്തുന്ന തെറ്റായ വിലയിരുത്തൽ ഇവിടെ ഉള്ളത്. എല്ലാവരും ഏത് സമയത്തും ഇവിടെ മരിക്കാം. അയാൾ മരണസമയത്ത് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഇപ്പോൾ APJ അബ്ദുൽ കലാം പ്രഭാഷണം, അതിനിടെ മരിച്ചു വീണത്. അപ്പോൾ പ്രഭാഷണം നടത്തി മരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വലിയ ഖത്തീബ് കുത്തു പറഞ്ഞ് മരിക്കുന്നു, അപ്പോൾ കുത്തു പറയാൻ പാടില്ല. ഒരാൾ നമസ്കരിക്കൽ സുജൂദിൽ മരിക്കുന്നു, ഫോട്ടോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, സുജൂദിൽ മരിക്കുന്നു, അപ്പോൾ ഇതിന്മേലെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇതിന്റെ കാര്യം. എല്ലാ ആക്ടിവിറ്റിയുടെ ഇടയിലും ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോർപ്പറേറ്റ് താല്പര്യം വെച്ചിരിക്കുന്നവർക്ക് ഏതൊരു കണ്ടീഷനിലാണോ മരിക്കുമ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കുന്നതെന്ന് ഭയക്കുന്നോ അതിനെ മാത്രം പ്രത്യേകം, അതായത് വേറൊന്നുമല്ല, ഒരാശുപത്രിയിലും പോകാതെ ഒരു ഡ്രഗും കഴിക്കാതെ സ്വസ്ഥമായി ജീവിക്കുന്ന മനുഷ്യന്മാർ എവിടെയെങ്കിലും സമയത്തെ മരിക്കുമല്ലോ, അവരവരുടെ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ അതിനെ അസ്വാഭാവികമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത വ്യാപകമായിട്ട് ഉണ്ടെങ്കിലും മലയാളി നെഞ്ചേറ്റിട്ടില്ല. മലയാളി പ്രബുദ്ധരാണ്, അവർ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത്തരം വാർത്തകൾ വരുമ്പോൾ തന്നെ, ഇപ്പോൾ നമ്മളുടെ അടുക്കലേക്കൊക്കെ പല പേഷ്യൻസും വരുമ്പോൾ നമ്മൾ അവരോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് വരുന്നത്, അക്യുപങ്ചർ ചെയ്താൽ മരിക്കും എന്നൊക്കെ അറിയൂലേ, മരിക്കാത്ത ചികിത്സ പോയിക്കൂടെ. അപ്പോൾ അവർ കളിയാക്കി ചിരിച്ചിട്ട് പറയും, സാറേ വാർത്തയൊക്കെ നമുക്കറിയാം, അത് അവരവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ, സമയത്തിയാൽ മരിക്കൂലേ, അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഈ ആശ്വാസം കിട്ടാൻ മാത്രമാണ് നിങ്ങളുടെ ചികിത്സയ്ക്ക് വരുന്നത്. ഏതായാലും കേരള ജനങ്ങൾ കഫ് സിറപ്പായാലും ശരി, നിലവിൽ കഴിക്കുന്ന മരുന്നുകളായാലും ശരി, ആ മരുന്നുകളെ പറ്റിയൊക്കെ ഒരു കാര്യബോധമുള്ള അവസ്ഥയിൽ നമ്മൾ കാണണം ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ഒരാളോട് എനിക്ക് പറയണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ചികിത്സക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് ഉള്ള മെഡിക്കേഷൻസോ സർജറിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർജറിക്കോ അല്ലെങ്കിൽ മെഡിക്കേഷനോ പകരം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളത് ഒരു ധാർമ്മികമായ ബാധ്യതയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ആ റിസ്ക് ഉള്ള ആ ഒരു സംഗതിക്ക് പകരം റിസ്ക് ഇല്ലാത്ത മറ്റൊരു സംഗതി കണ്ടു കിട്ടുകയാണെങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത്, ഇത്തരം ഒരു മരുന്നുമില്ലാതെ സ്വസ്ഥമായി ജീവിക്കുന്ന കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും ഒരു സമൂഹം തന്നെ ഇവിടെ ഉണ്ട്. ഇവരെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്, കള്ളത്തരാണോ പറയുന്നത്, സത്യമാണോ പറയുന്നത്, ഇവരുടെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് അതിനെപ്പറ്റി ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തൂ, അപകടങ്ങളിലേക്ക് പോകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാം. എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള ഇങ്ങനെയാണ്, ധൃതി കാണിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. ധൃതിയിൽ പോയി കഴിഞ്ഞാൽ ചൂഷണം ചെയ്യാൻ ഒരുപാട് ആൾക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. ഒന്ന് സമാധാനത്തിൽ അന്വേഷിക്കുക. നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളത് എളുപ്പമാണെങ്കിലും പലപ്പോഴും അത് പല പടുകുഴികളിലേക്കും പോയി ചാടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. അപ്പോൾ ഒരു പൊതുബോധത്തിനനുസരിച്ച് നാട്ടുകാരെ സംതൃപ്തപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം
ബന്ധുക്കളുടെയും മക്കളുടെയും മാതാപിതാക്കളെയും ഇപ്പോൾ വെന്റിലേറ്ററിലൊക്കെ പല മാതാപിതാക്കളും മക്കളോട് പറഞ്ഞു വെക്കുകയാണ് സാറേ, അതായത് മോനെ മരിച്ചാലും എന്നെ അവിടെ ആക്കല്ലേ എന്ന് പറയാണ്. പക്ഷെ അവർക്ക് ബോധം പോയി മരണത്തിലേക്ക് എത്തുമ്പോൾ മക്കൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കാരണം പറയുന്നത് നാട്ടുകാരെന്ത് വിചാരിക്കും. ആ നാട്ടുകാരുടെ വിചാരം ഒന്ന് മാറ്റി വെച്ചാൽ ഈ മാതാപിതാക്കളുടെ ആ സ്വസ്ഥത കൂടി പരിഗണിക്കുന്ന അവസ്ഥയിൽ ഒരു ക്ഷമയുള്ള റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന സിനിമകളുടെയോ മറ്റോ ഇൻഫ്ലുവൻസ് കൊണ്ട് ധൃതിപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഓരോരുത്തരും പിൻവാങ്ങണം. എന്നിട്ട് സ്വസ്ഥമായി സന്തോഷത്തിൽ അവനവൻ്റെ ശരീരം അവനവൻ്റെ അവകാശം, അവരൊരു ബോധ്യമുള്ളത് സ്വീകരിച്ചോട്ടെ, അവനവൻ്റെ ഇഷ്ടപ്രകാരം സ്വീകരിച്ചോട്ടെ. നമ്മൾ ഒന്നിലേക്കും നിർബന്ധിക്കല്ല, പക്ഷേ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആരും പോകാതിരിക്കാനാണ് നമ്മുടെ ഈ ഡിസ്കഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.